ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിൻ്റെ KTU ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതിലെ മോഡ്യൂൾ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോഴ്സ് കോഡ് MET 202 എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് അറിയാം പാർട്ട് എ പാർട്ട് ബി ഉണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ മോഡ്യൂൾ 3 സിലബസ് നമ്മൾ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് വരുന്ന സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ചു, അതിൽ നിന്ന് സെക്കൻഡ് ലോ, അതേപോലെ തെർമൽ റിസർവോയർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരുന്നുണ്ട്, ഹീറ്റ് എഞ്ചിൻ, അതേപോലെ ഹീറ്റ് പമ്പ്, കെൽവിൻ പ്ലാങ്ക് ആൻഡ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്, ഇക്വലൻസ് ഓഫ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ്, അതേപോലെ PMM1 PMM2 കേസുകൾ വരുന്നുണ്ട്, പിന്നെ കാർനോട്ട് തിയറം, പിന്നെ കൺട്രോളിങ് അബ്സല്യൂട്ട് തെർമോഡൈനാമിക്സ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ സ്കെയില്, ക്ലോസിയേഷൻ ഈക്വാലിറ്റി, എൻട്രോപ്പി ചേഞ്ച് ഇൻ വേരിയസ് തെർമോഡൈനാമിക് പ്രോസസ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി, പിന്നെ അവൈലബിലിറ്റി, അതിൻ്റെ ഇറിവേഴ്സിബിലിറ്റി കേസുകളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 3 വരുന്നത്. കുറച്ചും കൂടി അല്ലേ നമ്മൾ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്തുള്ള ടോപ്പിക്സ് ആണ്, നല്ലൊരു പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ പറ്റിയ ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് സ്കെച്ച്. അപ്പോൾ റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമുക്ക് ചോദിച്ചേക്കാൻ എന്താ ഒരു 3 മാർക്കിൻ്റെയാണ്. അപ്പോൾ ഒരു 3 പോയിൻ്റൊക്കെ ഫാർ ഇനഫ് ആണ്. അതിൻ്റെ അപ്പോൾ ഒരു ഗ്രാഫും കാര്യങ്ങളോട് ഇൻടേക്ക് ചെയ്ത് നല്ലതാണ്. എന്നാലും ഞാൻ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്തി മാർക്ക് ഞാൻ ചോദിച്ചതിന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു റിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നിടത്ത് നമുക്ക് തിരിച്ച് അതേ പാത്തിൽ തിരിച്ചു തന്നെയാണ്. ഇപ്പോൾ A to B എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ P1 നിന്ന് അതേപോലെ തന്നെ എന്താ ഒരു P2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് വന്നെ PI PFലേക്ക്, അതേപോലെ വോളിയം 1 ടു വോളിയം ഫൈനലിലേക്ക് എത്തി. അപ്പോൾ ഇതേ പാത്തിന് തിരിച്ചു വന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അതേ പാത്തിന് ഫോളോ ചെയ്തിട്ട് റീട്രേസ് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ പാത്ത് ഓഫ് റിവേഴ്സിബിൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ ഫോർവേഡ് റിവേഴ്സ് ഡയറക്ഷനിലും ആ പാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെയിം ആയിരിക്കും. വെരി സ്ലോ പ്രോസസ് ആയിരിക്കും റിവേഴ്സിബിൾ എന്നുള്ളത്. അതേപോലെ ലോസ് ഓഫ് എനർജിക്ക് എന്തായിരിക്കും നോ ലോസ് ഓഫ് എനർജി ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ സിസ്റ്റം കംസ് ബാക്ക് ടു എന്താ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് എന്താ ഒരു ഐഡിയൽ പ്രോസസ്സാണ്. അതാണ് നമുക്ക് എന്താ റിവേഴ്സിബിളിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഇനി അതേപോലെ റിവേഴ്സിബിൾ എന്ന് പറയുന്നത് എന്താ കനോട്ട് ബി ട്രേസ് പാത്താണ്. ഇപ്പോൾ A to B PI നിന്ന് PFലേക്ക് എത്തി, പക്ഷെ തിരിച്ചു വന്നത് വേറൊരു പാത്ത് വരിക, ഒറിജിനൽ പാത്ത് വഴി നമുക്ക് എന്താ റീട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് നോട്ട് ഇൻ സെയിം അല്ലേ, ഫോർവേഡും ബാക്ക്വേർഡും സെയിം ഡയറക്ഷനിലല്ല. പിന്നെ ഒരു പെർമനന്റ് ലോസ് ഓഫ് എനർജി വരുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പാത്തിനനുസരിച്ച് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് എന്താ വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ എന്താ ഇതെന്ന് പറഞ്ഞൊരു റിയൽ പ്രോസസ്സാണ്. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മൾ പോയിന്റ് വൈസ് ചെയ്ത് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ആ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതേപോലെ ഗ്രാഫായിട്ട് എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ ഒരു ഗ്രാഫിക്കലി അല്ലെ നമ്മളൊരു ഡിഫറൻഷ്യേറ്റ് എന്ന് പറയുന്നിടത്ത് 2 ടേബിൾ വരച്ച് എഴുതാനാണ് കുറച്ചും കൂടി നല്ലതല്ലേ. ഇൻവിജിലേറ്റേഴ്സ് മാർക്ക് ഇടാൻ നേരത്തൊക്കെ ആയാലും നമ്മൾ ചുമ്മാ ആദ്യത്തെ കുറേ പോയിന്റ് എഴുതി രണ്ടാമത്തെ കുറേ പോയിന്റ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടാനുള്ള എന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള പോയിന്റ് എഴുതിയാലും ഇപ്പോൾ ഒരു 3 മാർക്കാണെങ്കിൽ ചിലപ്പോൾ 2 മാർക്കൊക്കെ കിട്ടുള്ളൂ. മേ ബി ഒരു 3ലേക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ടേബിൾ വരച്ച് എഴുതാനാണെന്ത് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, സോ അതിൻ്റെ പോയിന്റ്സ് ആണ് ഞാൻ അതാണ് അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ആ പോയിന്റ്സ് വെച്ച് എന്താ എഴുതുക. ഓക്കെ, മൂവിങ് ഓൺ. ഡിഫൈൻ എ PMM2, വൈ ഈസ് ഇറ്റ് ഇമ്പോസിബിൾ. അപ്പോൾ പെർപെച്വൽ മോഷൻ അല്ലേ മെഷീൻ്റെ പെർപെച്വൽ മോഷൻ മെഷീൻ സെക്കൻഡ് കൈൻഡാണ് PMM2 പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തൊരു ഫിക്റ്റേഷ്യസ് മെഷീനാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നല്ലൊരു റിസർവോയർ ഉണ്ട് T1, അതിൽ നിന്ന് ഹീറ്റ് Q1 വരുന്നു, അത് ഫുള്ളായിട്ട് എന്താ വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഫിക്റ്റേഷൻ മെഷീനാണ്. നെറ്റ് വർക്ക് എന്താ കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ റിസർവോയർ വെച്ച് തന്നെ എന്താ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്താ ക്രിയേറ്റ് ചെയ്യാനാണ് എന്ത് PMM2 എന്ന് പറഞ്ഞാൽ പെർപെച്വൽ മോഷൻ മെഷീൻ 2 എന്ന് പറയുന്നത് സെക്കൻഡ് കൈൻഡിൻ്റെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരു കെൽവിൻസ് പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താ വയലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വയലേറ്റ് സെക്കൻഡ് ലോ അല്ലേ. കെൽവിൻസ് പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ സെക്കൻഡ് ലോ ആണ്. അപ്പോൾ വയലേറ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതുകൊണ്ട് തന്നെ എന്താ ഇതെന്ന് പറഞ്ഞൊരു ഹൈപ്പോത്തറ്റിക്കൽ മെഷീനാണ് അല്ലേ. ഒരു സിംഗിൾ റിസർവോയർ നെറ്റായിട്ട് അത് വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ ഇമ്പോസിബിൾ ആയിട്ടുള്ള കേസാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള മെഷീൻ. അപ്പോൾ അതാണ് ആ 2 ക്വസ്റ്റ്യൻ വേണ്ടത്. പിന്നെ നമ്മൾ മൂവ് ചെയ്യണത് എന്താ പാർട്ട് ബിയിലേക്കാണ്. പാർട്ട് B 15A ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് സ്കെച്ച് പ്രൂവ് ദാറ്റ് കെൽവിൻ പ്ലാങ്ക് ആൻഡ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ ആർ ഇക്വാലന്റ്. ബോത്ത് ദി പ്രൂഫ് റിക്വയർഡ്, രണ്ടും ഇക്വാലൻ്റ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു 7 മാർക്കിന് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ലോ എന്താണെന്ന് ചോദിക്കാം, ഇല്ല കെൽവിൻ പ്ലാങ്ക് വയലേറ്റ് ചെയ്താൽ ക്ലോസിച്ച് വയലേറ്റ് ആവുമോ എന്നൊക്കെയുള്ള കേസ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇക്വലൻസ് ഓഫ് കെൽവിൻ പ്ലാങ്ക് ക്ലോസിയർ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസ് നോക്കുമ്പോൾ കെൽവിൻ പ്ലാങ്ക് വലിയ ക്ലോസിയർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എൻറ്റയർലി ഇക്വലൻ്റ് ആണ്. ഇക്വലൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ ഒന്നിൻ്റെ വയലേഷൻ മറ്റേതിൻ്റെ വയലേഷന് കാരണമാവും. വയലേഷൻ ഓഫ് കെൽവിൻ പ്ലാങ്ക് ലീഡ്സ് വയലേഷൻ ഓഫ് ക്ലോസിയർ, ഇല്ല വയലേഷൻ ഓഫ്
ക്ലോഷ്യസ് ലീഡ് ടു കെൽവിൻ പ്ലാങ്ക്, ആ രീതിയിൽ നമ്മൾ പറയണം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാൻ നേരത്തെ എന്താ, ക്ലോഷ്യസ് വയലേറ്റർ എന്ന് പറയുന്നത് ഒരു പമ്പിങ് അല്ലേ, ഒരു റിസർവർ ഉണ്ട് T1, അവിടെ നിന്ന് Q1 ഹീറ്റ് ഈ ഒരു ഇതിലേക്ക് എത്തുന്നത്. ക്ലോഷ്യസ് വയലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ എന്താ, Q2 ഇതുവരെ മേലിലേക്ക് നമുക്ക് എത്തുന്നത് ലോ ടെമ്പറേച്ചർ റിസർവർ. അപ്പോൾ ഒരു വർക്ക് ഇല്ലാണ്ട് തന്നെ അല്ലേ, ഒരു റിസർവർ T1 എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ റിസർവർ ആണ്. 2ലേക്ക് നമുക്ക് ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകണമെങ്കിൽ ഒരു റിസർവർ എന്താ, ഒരു ആഡ് ഓൺ ആയിട്ടൊരു വർക്ക് കൊടുക്കണം. ലോ ടെമ്പറേച്ചർ റിസർവറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ റിസർവറിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്താ ഒരു വർക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, പമ്പിങ് Q1 amount of heat from a low temperature reservoir T1 to a high temperature reservoir T2. മേലിലേക്ക് എന്താ ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവറിലേക്ക് പമ്പ് ചെയ്യണം വിത്തൗട്ട് എയ്ഡ് ഓഫ് എനി എക്സ്റ്റേണൽ. അതെന്ന് പറഞ്ഞാൽ എന്താ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ ഈ കേസ് നമ്മൾ നോക്കുന്നത് ഈ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താ, ഒരു കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ വയലേറ്റ് ചെയ്യാനാണ് അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് ആ ഒരു PMM2 കേസ് ചെയ്ത പോലെ ഇനി അതേപോലെ തന്നെ എന്താ ഒരു ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യാനാണ് സെയിം റിസർവർ T2 T1 ആയിട്ടുള്ള സെയിം റിസർവറിൽ ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യാനാണ്. സോ ഇവിടെ നമ്മൾ എന്താ T1 നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത അതേ Q2 എന്ന് പറഞ്ഞാൽ എന്താ അപ്പുറത്തേക്ക് എന്താ കൊടുക്കുക. അപ്പോൾ സെയിം തിങ് തന്നെ Q2 ഹീറ്റ് ഇൻപുട്ട് T2 കൺവേർട്ട്സ് പാർട്ട് ഓഫ് ഹീറ്റ് ഇൻടു വർക്ക് എന്താ റിജക്റ്റ് എന്താ Q3 വരെയായിട്ട് എന്താ തിരിച്ച് T1 റിസർവറിലേക്ക് റിജക്ട് ചെയ്യണം. അപ്പോൾ ഇറ്റ് ക്യാൻ ബി സപ്ലൈ ഡയറക്ട്ലി ടു ഹീറ്റ് എഞ്ചിൻ അല്ലേ. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്താ ഡയറക്റ്റ് ആയിട്ട് എന്താ ഇങ്ങോട്ടേക്ക് എന്താ സപ്ലൈ ചെയ്യാം. അപ്പോൾ റിസർവോയർ 2 നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ ഒരു റിസർവോയർ 2 ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് എന്താ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് എന്താ സപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ കോമ്പിനേഷൻ, ഈ ഫിഗർ ബിയിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താ, പ്രൊഡ്യൂസിങ് എന്താ കണ്ടിന്യൂസ് വർക്ക് വിത്ത് എന്താ സിംഗിൾ റിസർവോയർ. ഒരു സിംഗിൾ റിസർവോയർ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് വർക്ക് ഉണ്ടാവുന്ന പോലെ തന്നെയാണ് അല്ലേ. ഇവിടെ ഒരു റിസർവോയർ ഉണ്ട്, അവിടെ നിന്ന് ഓൾറെഡി ഈ ഒരു ഹീറ്റ് കൊണ്ടുവന്നിട്ട് എന്താ നേരെ ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്ത് എന്താ വർക്ക് ഉണ്ടാവും. ഒരു സിംഗിൾ റിസർവോയർ വെച്ച് എന്താ കണ്ടിന്യൂസ് ആയിട്ട് എന്താ വർക്ക് ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ എന്താ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താ വയലേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റെഫറിംഗ് ടു ഫിഗർ എന്താ കെൽവിൻ പ്ലാങ്ക് വയലേറ്റർ എന്ന് പറഞ്ഞാൽ കൺവേർട്ടിംഗ് ഹീറ്റ് QH ടേക്കൻ ഫ്രം റിസർവോയർ TH എന്ന് പറഞ്ഞാൽ ഇട്ട് വർക്ക്. ആ കേസിൽ എന്താണ് ഇമ്പോസിബിൾ ഹീറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലേ. നമ്മൾ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു ലോ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു വർക്ക് കൊടുക്കണം. അത് നമ്മുടെ ഫ്രിഡ്ജ് ആവട്ടെ റെഫ്രിജറേറ്ററിൻ്റെ ഒക്കെ കേസിൽ. അപ്പോൾ അവിടെ ഒരു വയലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു സിംഗിൾ റിസർവോയറിൽ നിന്ന് എന്താ വർക്ക് ജനറേറ്റ് ചെയ്യണം, അതും എന്താ ഇമ്പോസിബിൾ ആയിട്ടുള്ള കേസാണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന എന്താ വയലേഷൻ ഓഫ് ക്ലോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ വയലേഷൻ ഓഫ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതുപോലെ തന്നെ നേരെ തിരിച്ചും പറയാം. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയാണ് പഠിച്ച ആ രീതിയിൽ ഡിനോട്ടേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൂവ് ദി ഇനീക്വാലിറ്റി ഓഫ് ക്ലോഷ്യസ് ഫോർ ഡിഫൈനിങ് ദി റിവേഴ്സിബിലിറ്റി കണ്ടീഷൻ ഫോർ എ സൈക്കിൾ. റൈറ്റ് ഓൾസോ ദി ക്രൈറ്റീരിയ ഫോർ റിവേഴ്സിബിൾ സൈക്കിൾ, ഇറിവേഴ്സിബിൾ സൈക്കിൾ ആൻഡ് ഇമ്പോസിബിൾ സൈക്കിൾ. അപ്പോൾ അതിൻ്റെ കേസ് നമ്മൾ നോക്കാൻ നേരത്ത് ക്ലോഷ്യസ് ഇനീക്വാലിറ്റി ആണ്. ക്ലോഷ്യസ് ഇനീക്വാലിറ്റി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സൈക്ലിക് ഇൻറ്റഗ്രൽ dQ/T ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി ക്രൈറ്റീരിയ ഫോർ പല കേസിൽ അല്ലേ, റിവേഴ്സിബിളിൻ്റെ കേസിൽ സൈക്ലിക് ഇൻറ്റു dQ/T ഈക്വൽ ടു 0 ആണ് വരുന്നത്. ഇനി ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസിൽ എന്താണ് dQ/T ലെസ് ദാൻ 0 ആണ്. ഇമ്പോസിബിൾ ആണെങ്കിൽ എന്താ dQ/T ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമ്മൾ റിവേഴ്സിബിൾ എഞ്ചിൻ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ എന്താ എക്സ്പ്രഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1 - dQ2/dQ1. അതേപോലെ റിവേഴ്സിബിളിൻ്റെ കേസിൽ എന്താ 1 - dQ2/dQ1 റിവേഴ്സിബിൾ ആണ് വരുന്നത് എക്സ്പ്രഷൻ വരുന്നത്. ഇനി റിവേഴ്സിബിൾ എഞ്ചിൻ്റെ കേസിൽ എന്താ dQ2/dQ1 ഈക്വൽ ടു T2/T1 ആണ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ഇറിവേഴ്സിബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും റിവേഴ്സിബിൾ അല്ലേ, ഓൾവേസ് ഈക്വൽ ഓർ ലെസ് ദാൻ എന്താണ് റിവേഴ്സിബിൾ ആണ്. അപ്പോൾ ആ എക്സ്പ്രഷൻ വെച്ചിട്ട് ഐഡിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിവേഴ്സിബിൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ ഇവിടെ ഡിനോട്ട് ചെയ്ത ഈ എക്സ്പ്രഷൻ നമ്മൾ എന്താ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, dQ1/T1 - dQ2/TU എന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടും. സോ അവിടെ നമുക്ക് എന്താ ഫൈനലി എഴുതാൻ പറ്റും എന്ത്, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ dQ1/T1 - dQ2/T2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അവിടെ നിന്ന് dQ1/T1 പ്ലസ് dQ2/T2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ സൈക്ലിക് ഇൻറ്റർവൽ dQ/T എന്ന് പറഞ്ഞാൽ എന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എന്ത് ക്ലോഷ്യസ് ഇൻറ്റർവൽ ക്ലോഷ്യസ് തിയറം നമ്മൾ എന്താ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ എക്സ്പ്രഷൻ എല്ലാം അറിഞ്ഞിരിക്കുക, ഇതെങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാം. അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആണ്, ആ കാര്യങ്ങൾ എന്താ നേരിട്ട് എഴുതാവുന്നതുള്ളൂ. ഓക്കെ, സോ മൂവിങ് ഓൺ അടുത്ത ക്വസ്റ്റ്യൻ 16A-B. 16th A ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ഫ്ലൂയിഡ് അണ്ടർഗോസ് എ റിവേഴ്സിബിൾ അഡൈബാറ്റിക് കംപ്രഷൻ ആണ് ഫ്രം 0.5 MPa 0.2 m³ ടു 0.05 m³. അക്കോർഡിംഗ് ടു ലോ PV/1/3 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. ഡിറ്റർമൈൻ ചേഞ്ചിന് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എൻട്രോപ്പി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ, വർക്ക് ട്രാൻസ്ഫർ. അപ്പോൾ എൻതാൽപ്പി, ഇന്റേണൽ എനർജി, എൻട്രോപ്പി, ഹീറ്റ് ട്രാൻസ്ഫർ, വർക്ക് ട്രാൻസ്ഫർ 5 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്.
7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഗീവൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്താ, P1 തന്നിട്ടുണ്ട്, 0.5 V1 തന്നിട്ടുണ്ട്, V2 വന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണം എന്താണ്, PV/1/3 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ P1 V1/1/3 ഈക്വൽ ടു P2 V2/1/3. അവിടെ നിന്ന് P1 V1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും, P2 കണ്ടുപിടിക്കാം. സോ P2യുടെ വാല്യൂ കിട്ടി. അവിടെ നിന്ന് എന്താ, TDS ഈക്വൽ ടു DH - VDP ആണ്. റിവേഴ്സിബിൾ അഡൈബാറ്റിക് പ്രോസസ് ആണെങ്കിൽ എന്താ, ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അവിടെ നിന്ന് ഒരു കേസ് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ എന്താ, നമുക്കറിയാം DH ഈക്വൽ ടു VDP ആണ്. സോ P1 V1/1 ഈക്വൽ ടു PV/1. അതിൽ നിന്ന് V ഈക്വൽ ടു P1 V1/1/P(1/n) ആണ്. ഇനി ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. സോ H1 to H2 DH ഈക്വൽ ടു P1 P2 VDP എന്ന് എഴുതാം. അവിടെ നമ്മൾ സോൾവ് ചെയ്യാം, ഓരോ കേസുകൾ ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി എന്ത് കിട്ടും, ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ, 23.47 kJ കിട്ടും. അതാണ് എന്ത്, ചേഞ്ച് ഇൻ എൻതാൽപ്പി വരുന്നത്. ഇനി ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, H2 - H1 ഈക്വൽ ടു U2 - U1 പ്ലസ് P2 V2 മൈനസ് P1 V1 ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ് വേണ്ടത്. സോ U2 - U1 എന്ന് പറയുന്നത് ബാക്കി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 171.9 കിട്ടും. അതാണ് എന്ത്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്താ, നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹീറ്റ് കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് ക്വാണ്ടിറ്റി വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രൽ V1 to V2 PdV ആണ്. V1 നമുക്കറിയാം, V2 അറിയാം. അതേപോലെ PV/1/3 ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് റിലേഷൻ. അവിടെ നമുക്ക് എന്ത് കിട്ടും, P1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് എന്ന് പറയുന്നത് എന്താ, P1 V1 0.3 1 - V1/V2 0.3 ചെയ്ത് കഴിഞ്ഞാൽ 1.72 × 10⁵ ജൂൾ കിട്ടും. അതാണ് വർക്ക് ഡൺ വന്നത്. ഇനി ഫ്ലൂയിഡ് അണ്ടർഗോ റിവേഴ്സിബിൾ അഡൈബാറ്റിക് കംപ്രഷൻ എന്നാണ് പറഞ്ഞേക്കണം. സോ ഹീറ്റ് ട്രാൻസ്ഫർ Q എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്. ഫോർമുലാസ് അറിയുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യമേ P2 കണ്ടുപിടിക്കുക, പിന്നെ എൻട്രോപ്പി, പിന്നെ എൻതാൽപ്പി വരുന്നു, അത് കഴിഞ്ഞിട്ട് ഇന്റേണൽ എനർജി, പിന്നെ വർക്കിൻ്റെ എക്സ്പ്രഷൻ, അതിൽ നിന്ന് P വേണം നമുക്ക്. സോ P1ൻ്റെ ടേംസിൽ എഴുതിയിട്ട് അവിടെ നമ്മൾ സോൾവ് ചെയ്യുന്നു, വർക്ക് കിട്ടി. ഈ ട്രാൻസ്ഫർ അഡൈബാറ്റിക് കംപ്രഷൻ്റെ കേസിൽ Q എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ? സോ അത്രയാണ് വരുന്നത്. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ വരുന്നേക്കണം നമുക്ക്, വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് അബ്സല്യൂട്ട് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ ബിറ്റ്വീൻ ദി ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ്. അല്ല, 7 മാർക്കിന് ചോദിച്ചാണ്. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് അബ്സല്യൂട്ട് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിലാണ് ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും കേസിൽ. സോ നമ്മൾ ഇതിൻ്റെ കേസിൽ ഒരു ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പോൾ ഈ ഒരു കേസ് പറയാൻ നേരത്ത് നമുക്ക് വേണ്ടത് ഒരു റിവേഴ്സിബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എന്താ, നേച്ചർ ഓഫ് വർക്കിംഗ് ഓഫ് ഫ്ലൂയിഡ് ആണ്. ഒരു 2 തെർമൽ റിസർവോയർ ഓപ്പറേറ്റ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഒരു ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്നത് Q1/Q2 equal to T1/T2, independent of substance ആണ്, independent of അല്ലേ, temperature scale that is independent of properties of a substance that are used to measure temperature known as thermodynamic temperature scale എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടെമ്പറേച്ചർ സ്കെയിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, ആ ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അതിന് നമുക്ക് എന്താ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളത് തന്നെയാണ് എന്ത്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്നത്. സോ Q1/Q2 equal to എന്താ, T1/T2 ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് കെൽവിൻ സ്കെയിൽ ആർ കോൾഡ് എന്താണ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റിവേഴ്സിബിൾ സൈക്കിളിൽ QH/QL റിവേഴ്സിബിൾ ഈക്വൽ ടു TH/TL ആണ്. സോ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, QH/QL ഈക്വൽ ടു TH/TL എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളെന്ത്, ഒരു എവറി ഡേ സ്കെയിൽ ടെമ്പറേച്ചറിൻ്റെ കേസ് എന്താ, ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഈ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ ഇല്ലേ, വെള്ളം വെച്ചിട്ടാണ്. ആ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് എടുക്കുന്നത്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ, 100 ഡിഗ്രി സെൽഷ്യസാണ്. പക്ഷേ ഈ 2 ടെമ്പറേച്ചറായിട്ട് നമുക്കെന്താ, ഇത് നമ്മളാണ് ക്രിയേറ്റ് ചെയ്തല്ലേ. ഫ്രീസിംഗിലെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷറിനെ ബേസ് ചെയ്തിട്ടും എന്താ, ചേഞ്ചിങ് വരുന്നുണ്ട്. അപ്പോൾ സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുന്നത് യൂസ് ടു മെഷർ ടെമ്പറേച്ചർ ഇൻ ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ. പിന്നെ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് മൈറ്റ് എന്തായിരിക്കും, നോൺ ലീനിയർ ആയിരിക്കാം. ഇനി വേറെ ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്നത് എന്താ, ഫാരൻഹീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്താ, കെൽവിൻ ഉണ്ട്. തെർമോഡൈനാമിക്സിലൊക്കെ നമ്മൾ കോമൺലി കെൽവിനാണ്. കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് എന്താ, ഒരു തെർമോഡൈനാമിക് സ്കെയിലാണ്. നമുക്ക് എന്താ, പല പല പ്രോബ്ലംസ് ഉണ്ടാവും, ടെമ്പറേച്ചറിൻ്റെ ഇതിൽ മെഷർ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ കെൽവിൻ സ്കെയിൽ യൂസ് ചെയ്യുന്ന. അതേപോലെ തന്നെ തെർമോഡൈനാമിക് സ്കെയിൽ ഈ സെറ്റ് ടു ബി എന്താണ്, അബ്സല്യൂട്ട് സ്കെയിൽ എന്ന് പറയുന്നുണ്ട്, ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് പർട്ടിക്കുലർ സബ്സ്റ്റൻസ്. അപ്പോൾ ഇത് മെയിൻലി എന്ന് പറഞ്ഞാൽ എന്താ, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എന്താ, പ്രോപ്പർട്ടി ഓഫ് അല്ലേ. നമ്മളൊരു തെർമോഡൈനാമിക് സ്കെയിൽ എന്ന് പറയുന്നത് എന്താ, അബ്സല്യൂട്ട് സ്കെയിൽ എന്ന് പറയും. ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് എന്താ, പ്രോപ്പർട്ടി ഓഫ് പർട്ടിക്കുലർ സബ്സ്റ്റൻസ്. ഒരു പ്രോപ്പർട്ടി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്ത്, അത് വരണം. അതുകൊണ്ട് തന്നെ എന്താ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്താ, ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ എന്ത്, പ്രോപ്പർട്ടി ഓഫ് പർട്ടിക്കുലർ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഫൈനൽ ക്വസ്റ്റ്യനിൽ വന്നേക്കണ ആ സ്കെച്ച് വരിക, അബ്സല്യൂട്ട് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ
ഐസ് പോയിന്റ് സ്റ്റീം പോയിന്റിനൊക്കെ കുറിച്ചാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് തെർമോഡൈനാമിക് സ്കെയിൽ നമ്മൾ പറയുക, അതിനെ ബേസ് ചെയ്തിട്ട് റിവേഴ്സിബിളിൻ്റെ കേസ് പറയുക. ഇനി നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഗ്രി സെൽഷ്യസ് ആണ്, പക്ഷേ എന്താണ് പ്രഷറിനെ ബേസ് ചെയ്തിട്ടും ടെമ്പറേച്ചർ മീൻസ് സ്കെയിലുകൾ മാറുന്നുണ്ട്. അതേപോലെ തന്നെ വേറെയുള്ള സ്കെയിലുകൾ ഫാരൻഹീറ്റ്, കെൽവിന്. പിന്നെ എന്താ തെർമോഡൈനാമിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ അബ്സല്യൂട്ട് സ്കെയിൽ ആയിട്ടല്ല, മീൻസ് ഓരോ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ട് എന്താ അല്ലേ. തെർമോഡൈനാമിക് സ്കെയിൽ ഈസ് സെഡ് ടു ബി അബ്സല്യൂട്ട് സ്കെയിൽ ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് എന്താ പ്രോപ്പർട്ടി ഓഫ് എനി പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് ജസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങൾ വെച്ചിട്ട് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ. സോ അത്രയാണ് നമുക്ക് അതിൽ വരുന്നത്. സോ മോഡ്യൂൾ 3 മെയിൻലി ഉള്ള അല്ലേ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത്. തിയറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലമാറ്റിക് ആകെ ഒരെണ്ണം മാത്രമേ ഉണ്ടായുള്ളൂ. ബട്ട് നിങ്ങളുടെ അപ്കമിങ് എക്സാംസിൽ എന്താ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. സോ ടിൽ ദെൻ താങ്ക് യു.